പിഞ്ഞാണക്കടയിൽ കാളക്കൂറ്റിനെത്തിയാൽ എന്തായിരിക്കും സംഭവിക്കുക? ഈ ഒരു പ്രയോഗത്തിൻ്റെ അർത്ഥമറിയാൻ മോദി ഭരണത്തിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ എത്തി നിൽക്കുന്ന അവസ്ഥയെ ശരിയായൊന്ന് വിശകലനം ചെയ്താൽ മതിയാകും. കിട്ടാക്കടങ്ങൾ പെരുകി തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന ബാങ്കുകൾ, കോടിക്കണക്കിന് രൂപ ബാങ്കുകളെ കബളിപ്പിച്ച് രാജ്യം വിട്ടുപോകുന്ന ധനാഢ്യന്മാർ, അനുദിനം പ്രതിസന്ധിയിലായിക്കൊണ്ടിരിക്കുന്ന ചെറുകിട വ്യവസായ മേഖല, നികുതി കമ്മിയും വ്യാപാര കമ്മിയും പെരുകി പ്രതിസന്ധിയിലേക്ക് കുപ്പിക്കുത്തിക്കൊണ്ടിരിക്കുന്ന ഫൈനാൻഷ്യൽ മേഖല, അനുദിനം തകർച്ചയെ നേരിട്ടുകൊണ്ടിരിക്കുന്ന രൂപ, ഇങ്ങനെ സമ്പദ് മേഖല നേരിടുന്ന പ്രതിസന്ധികൾ നിരവധിയാണ്. സാമ്പത്തിക മേഖല നേരിടുന്ന പ്രതിസന്ധികളെ മറികടക്കാൻ മത, ജാതി, വൈകാരിക വിഷയങ്ങൾ ഉന്നയിക്കാനാണ് സംഘപരിവാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ജനങ്ങൾ നേരിടുന്ന ദൈനംദിന ജീവിത പ്രശ്നങ്ങളെ ശരിയായ വിശകലനം നടത്താനോ റിപ്പോർട്ട് ചെയ്യാനോ മുഖ്യധാരാ മാധ്യമങ്ങളൊന്നും തന്നെ തയ്യാറാകുന്നില്ല. പക്ഷേ സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു പ്രശ്നം ഉന്നയിക്കാതിരിക്കാൻ നിർവാഹമില്ല. കാരണം ഇതവൻ്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണ്. മോദി ഭരണത്തിന് കീഴിൽ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ വിശകലനം ചെയ്യുകയാണ് നമ്മൾ. സാധാരണക്കാരന് മനസ്സിലാകാവുന്ന രീതിയിൽ ഏറ്റവും ലളിതമായി അവതരിപ്പിക്കാനുള്ള ഒരു ശ്രമം, ഔദ്യോഗിക ഭാഷ്യങ്ങൾക്കപ്പുറത്ത് ഒരു ബദലാഖ്യാനം, ഓൾട്ടർ നരേറ്റീവ്സ്. ഓൾട്ടർ നരേറ്റീവ്സിൻ്റെ ഈ ഒരു അധ്യായം നോട്ട് നിരോധനത്തെ സംബന്ധിച്ചാണ്. നോട്ട് നിരോധനം പ്രഖ്യാപിച്ച് 2 വർഷം കഴിയുമ്പോൾ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ അവ സൃഷ്ടിച്ച പ്രത്യാഘാതങ്ങൾ എന്തെന്നും നോട്ട് നിരോധനം പ്രഖ്യാപിക്കുന്ന സമയത്ത് സർക്കാർ നടത്തിയ അവകാശവാദങ്ങൾ എന്തെന്നും നമുക്കൊന്ന് പരിശോധിക്കാം. ആദ്യം ചില വസ്തുതകളിലേക്ക്. 2016 നവംബർ 8-നാണ് രാജ്യത്തെ പിടിച്ചുകുലുക്കിയ ആ പ്രഖ്യാപനം ഇന്ത്യൻ പ്രധാനമന്ത്രി പ്രഖ്യാപിക്കുന്നത്. രാജ്യത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന 1000, 500 രൂപ കറൻസികൾ പിൻവലിച്ചുകൊണ്ട് സ്വന്തം രാജ്യത്തെ പൗരന്മാർക്കു നേരെ സർജിക്കൽ സ്ട്രൈക്ക് പ്രയോഗിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി. देश को भ्रष्टाचार और काले धन रूपी दिमक से मुक्त कराने के लिए एक और सख्त कदम उठाना जरूरी हो गया है. അതായത് രാജ്യത്തെ പൗരന്മാരുടെ കയ്യിൽ വിനിമയത്തിലുണ്ടായിരുന്ന 86% കറൻസിയും രാത്രിക്ക് രാത്രി അസാധുവാക്കി എന്നായിരുന്നു ആ പ്രഖ്യാപനത്തിൻ്റെ പൊരുൾ. രാജ്യത്തെ പൗരന്മാരെ ഞെട്ടിച്ച ഈ പ്രഖ്യാപനത്തിൻ്റെ അടിയന്തര പ്രത്യാഘാതം എന്നത് 150ഓളം ആളുകളുടെ മരണമായിരുന്നു. മാസങ്ങളോളം തൊഴിൽ മേഖല സ്തംഭിച്ചു. ATMകൾക്ക് മുമ്പിൽ ക്യൂകൾ പ്രത്യക്ഷമായി. നോട്ട് നിരോധനത്തിന് കാരണങ്ങളായി സർക്കാർ അവതരിപ്പിച്ചത് 4 കാര്യങ്ങളായിരുന്നു. കള്ളനോട്ട് തടയൽ, കള്ളപ്പണം തടയൽ, തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് തടയിടൽ, ക്യാഷ്ലെസ് സൊസൈറ്റി. ഈ 4 അവകാശവാദങ്ങളും നോട്ട് നിരോധനത്തിൻ്റെ 2 വർഷം കഴിയുമ്പോൾ പൂർത്തിയാക്കാൻ സർക്കാരിന് സാധിച്ചുവോ എന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യമായി കള്ളപ്പണം തടയൽ എത്രമാത്രം വിജയകരമായി പ്രവർത്തിച്ചു എന്ന് നമുക്ക് നോക്കാം. 1000 രൂപ, 500 രൂപ കറൻസികൾ പിൻവലിച്ചതിലൂടെ രാജ്യത്ത് പ്രചാരത്തിലുണ്ടായിരുന്ന 15.44 ലക്ഷം കോടി രൂപയായിരുന്നു വിനിമയത്തിൽ നിന്നും പിൻവലിക്കപ്പെട്ടത്. ഇതിൽ 30% തുക തിരിച്ചെത്തില്ലെന്നായിരുന്നു പ്രധാനമന്ത്രി പറഞ്ഞത്. അതിൻ്റെ കാരണം ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിൽ ഇത്രയും തുക കള്ളപ്പണമായി കിടക്കുന്നു എന്നായിരുന്നു. എന്നാൽ യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണ്? പിൻവലിച്ച തുകയിൽ 15.28 ലക്ഷം കോടി രൂപ, അതായത് 99% കറൻസിയും തിരിച്ചു ബാങ്കുകളിലേക്ക് എത്തിയെന്നാണ് റിസർവ് ബാങ്കിൻ്റെ ഏറ്റവും പുതിയ കണക്കുകൾ സൂചിപ്പിക്കുന്നത്. അതായത് തിരിച്ചു വരാത്ത തുക 16,000 കോടി രൂപ മാത്രം. ഈ പണം എവിടെ പോയി? ഇതിൽ ഏതാണ്ട് 4,000 കോടി രൂപ ഭൂട്ടാൻ, നേപ്പാൾ തുടങ്ങിയ നമ്മുടെ അയൽപ്രദേശങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ്. ഇത് തിരിച്ചെടുക്കാൻ നമ്മുടെ ഗവൺമെൻറ് തയ്യാറായില്ല എന്നുള്ളതാണ് ഒരു വസ്തുത. ബാക്കിയുള്ള തുകയിൽ വലിയൊരു ശതമാനം വിദേശ രാജ്യങ്ങളിലെ നമ്മുടെ പൗരന്മാരുടെ കൈകളിലാണ്. അപ്പോൾ കള്ളപ്പണത്തെ സംബന്ധിച്ച അവകാശവാദം ഒന്നും തന്നെ യാഥാർത്ഥ്യമല്ലെന്ന് ഗവൺമെൻറ്റിൻ്റെ തന്നെ കണക്കുകൾ പറയുന്നു. കള്ളപ്പണം എന്ന പ്രയോഗത്തിലൂടെ യഥാർത്ഥത്തിൽ എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇത് നമുക്ക് മനസ്സിലാകണമെങ്കിൽ പ്രശസ്ത സാമ്പത്തിക ശാസ്ത്രജ്ഞനായ അരുൺ കുമാർ കള്ളപ്പണത്തെക്കുറിച്ച് പറയുന്നത് ശ്രദ്ധിക്കേണ്ടതുണ്ട്. കള്ളപ്പണം എന്നതിനർത്ഥം അനൗദ്യോഗിക മേഖലയിൽ ചിലവഴിക്കപ്പെടുന്ന പണം എന്നു മാത്രമാണ്
ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയിലെ 62% അനൗദ്യോഗിക മേഖലയിൽ നടക്കുന്ന സാമ്പത്തിക ഇടപാടുകളാണെന്ന് പ്രൊഫസർ അരുൺ കുമാർ പറയുന്നു. We have two major sectors in the economy. One is the organized sector, the other is the unorganized. We assume that the unorganized sector is behaving exactly the way the organized sector is behaving. 2016 നവംബർ 8 വൈകുന്നേരം 5:30 അതായത് നോട്ട് നിരോധനം പ്രഖ്യാപിക്കുന്നതിന് ഏതാനും മണിക്കൂറുകൾക്ക് മുമ്പ് ചേർന്ന റിസർവ് ബാങ്കിൻ്റെ 561ാമത് യോഗ മിനിറ്റ്സിൽ നോട്ട് നിരോധനത്തെ സംബന്ധിച്ച് 6 തടസ്സവാദങ്ങളാണ് ഉന്നയിച്ചിരിക്കുന്നത്. അതിലൊന്ന് കള്ളപ്പണത്തെ സംബന്ധിച്ചാണ്. ആ മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിരിക്കുന്നതനുസരിച്ച് കള്ളപ്പണം പണത്തിൻ്റെ രൂപത്തിലല്ല, റിയൽ എസ്റ്റേറ്റിൻ്റെയോ സ്വർണത്തിൻ്റെയോ രൂപത്തിലായിരിക്കും ശേഖരിക്കപ്പെടുക എന്നാണ്. അതായത് നോട്ട് നിരോധനത്തിലൂടെ കള്ളപ്പണത്തിന് തടയിടാൻ കഴിയില്ലെന്നായിരുന്നു അതിൻ്റെ അർത്ഥം. അപ്പോൾ കള്ളപ്പണം വേട്ട എന്നതിലൂടെ മോദി സർക്കാർ ഉദ്ദേശിച്ചത് എന്താണ്? അനൗദ്യോഗിക മേഖലയിൽ നടക്കുന്ന സാമ്പത്തിക പ്രവർത്തനങ്ങളെ, ഇടപാടുകളെ വൻകിട കോർപ്പറേറ്റുകൾക്ക് വരുതിയിലൊരുക്കാനുള്ള സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക എന്നതു മാത്രം. ഇന്ത്യയുടെ ധനകാര്യമന്ത്രി അരുൺ ജെയ്റ്റ്ലി വളരെ വ്യക്തമായി തന്നെ പറയുകയുണ്ടായി, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയെ ഫോർമലൈസ് ചെയ്യുക, ഔദ്യോഗികവൽക്കരിക്കുക എന്നതാണ് നോട്ട് നിരോധനത്തിൻ്റെ ലക്ഷ്യം എന്ന് 2 വർഷത്തിന് ശേഷം അദ്ദേഹം പറയുകയുണ്ടായി. സമ്പദ് വ്യവസ്ഥയെ തകർച്ചയിലേക്ക് നയിക്കുന്ന കള്ളനോട്ടിന് തടയിടുക എന്നതായിരുന്നു മറ്റൊരവകാശവാദം. നോട്ട് നിരോധനത്തിന് ശേഷം പുതിയ നോട്ടുകൾ വിപണിയിലിറങ്ങിയതിന് ഏതാനും നാൾക്കകം തന്നെ 2000 രൂപയുടെ കള്ളനോട്ടുകൾ പ്രചാരത്തിൽ എത്തിയതായി നമുക്ക് കാണാൻ കഴിയുകയുണ്ടായി. 2017 ജൂൺ 11 ധനമന്ത്രി അരുൺ ജെയ്റ്റ്ലി 11.7 കോടി രൂപയുടെ കള്ളനോട്ടുകൾ പിടികൂടിയതായി പാർലമെൻറ്റിൽ പറയുകയുണ്ടായി. ഇന്ത്യയിലെ ഉന്നത സുരക്ഷാ ഏജൻസിയും ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനും ചേർന്ന് സംയുക്തമായി നടത്തിയ ഒരു പഠനത്തിൽ 2016-17 കാലയളവിൽ 400 കോടിയോളം വരുന്ന കള്ളനോട്ട് പ്രചാരണത്തിലുണ്ടായിരുന്നെന്ന് കണ്ടെത്തുകയുണ്ടായി. 2011-14 കാലയളവിലും സമാനമായ അളവിൽ കള്ളനോട്ടുകൾ പ്രചാരത്തിലുണ്ടായിരുന്നതായും ഈ 2 ഏജൻസിയുടെയും റിപ്പോർട്ടിനെ ആധാരമാക്കി എക്കണോമിക് ടൈംസ് റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ ഫിനാൻഷ്യൽ ഇൻ്റലിജൻസ് യൂണിറ്റും രാജ്യത്ത് അഭൂതപൂർവമായ തോതിൽ വളർന്നു വരുന്ന കള്ളനോട്ട് പ്രതിഭാസത്തെക്കുറിച്ച് ആശങ്ക രേഖപ്പെടുത്തുന്നുണ്ട്. അതായത് നോട്ട് നിരോധനം കള്ളനോട്ട് തടയുന്നതിന് കാരണമാകുമെന്ന രണ്ടാമത്തെ അവകാശവാദവും ഇവിടെ പൊളിയുകയാണ്. നോട്ട് നിരോധനത്തിനുള്ള മറ്റൊരു സുപ്രധാന കാരണമായി ചൂണ്ടിക്കാട്ടിയത് തീവ്രവാദ പ്രവർത്തനങ്ങളെ സംബന്ധിച്ചായിരുന്നു. തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് എത്തുന്ന ഫണ്ട് തടയിടുന്നതിന് നോട്ട് നിരോധനം ആവശ്യമായിരുന്നെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെയും ധനമന്ത്രിയുടെയും പ്രധാന അവകാശവാദം. കാശ്മീരിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് പാകിസ്ഥാനിൽ നിന്ന് ഫണ്ട് ലഭിക്കുന്നതും കിഴക്കൻ മേഖലയിലെ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങൾക്ക് വിദേശ ഫണ്ട് ലഭിക്കുന്നതും തടയിടുന്നതിന് നോട്ട് നിരോധനം അത്യാവശ്യമെന്നായിരുന്നു വാദം. കാശ്മീരിലെ സൈനികർക്ക് നേരെ കല്ലെറിയുന്നതിന് 500 രൂപ വെച്ച് വിദ്യാർത്ഥികൾക്ക് നൽകുന്നതായിരുന്നു ധനമന്ത്രി പറഞ്ഞത്. ഈ ഒരു സാമ്പത്തിക പിന്തുണയെ തകർക്കുന്നതിന് നോട്ട് നിരോധനം അത്യാവശ്യമെന്നായിരുന്നു സർക്കാരിൻ്റെ അവകാശവാദം. എന്നാൽ നോട്ട് നിരോധനത്തിന് ശേഷം കാശ്മീരിൻ്റെ അവസ്ഥ എന്താണ്, അല്ലെങ്കിൽ കിഴക്കൻ മേഖലകളിലെ മാവോയിസ്റ്റ് പ്രവർത്തനങ്ങളുടെ അവസ്ഥ എന്താണ് എന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും. ദക്ഷിണേഷ്യയിലെ തീവ്രവാദ പ്രവർത്തനങ്ങൾ നിരീക്ഷിക്കുന്ന സൗത്ത് ഏഷ്യൻ ടെററിസം പോർട്ടൽ നൽകുന്ന കണക്ക് നോട്ട് നിരോധന കാലയളവിൽ 2016 നവംബർ തൊട്ട് 2017 ഒക്ടോബർ വരെയുള്ള കാലയളവിൽ കാശ്മീരിൽ തീവ്രവാദികളാൽ കൊല്ലപ്പെടുന്ന അല്ലെങ്കിൽ സൈനിക ആക്രമണങ്ങൾക്കിടയിൽ കൊല്ലപ്പെടുന്ന സാധാരണ സിവിലിയന്മാരുടെ മരണസംഖ്യയിൽ 88% വർധനവുണ്ടായി എന്നാണ്. അതുപോലെ തന്നെ സുരക്ഷാ ഭടന്മാരുടെ മരണസംഖ്യയിൽ 99%, തീവ്രവാദികളുടെ മരണസംഖ്യയിൽ 91% വർധനവുണ്ടായി എന്നും സൗത്ത് ഏഷ്യൻ ടെററിസം പോർട്ടൽ നൽകുന്ന കണക്ക് വ്യക്തമാക്കും. നോട്ട് നിരോധനം നടന്നതിൻ്റെ തൊട്ടടുത്ത മാസങ്ങളിൽ തന്നെ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വലിയ തോതിലുള്ള ടെററിസ്റ്റ് ആക്രമണങ്ങൾ നടന്നതായി വിവിധ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയുണ്ടായി. ഇവയൊക്കെയും സൂചിപ്പിക്കുന്നത് നോട്ട് നിരോധനം തീവ്രവാദ പ്രവർത്തനങ്ങൾ തടയുന്നതിൽ ഫലപ്രദമായില്ല എന്നതാണ്. നോട്ട് നിരോധന കാലത്ത്
ഏറ്റവും കൂടുതൽ ഉയർന്നു കേട്ടിട്ടുള്ള മറ്റൊരു അവകാശവാദം ക്യാഷ്ലെസ് സൊസൈറ്റിയെക്കുറിച്ചായിരുന്നു. എന്നാൽ നോട്ട് നിരോധനം 2 വർഷം പൂർത്തിയാക്കുന്ന ഈ വേളയിൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും അത്തരമൊരു വാക്ക് കേൾക്കുന്നതേയില്ല. കാരണം ലളിതം. മോദി വിഭാവനം ചെയ്ത ക്യാഷ്ലെസ് സൊസൈറ്റിയിലേക്ക് ഇന്ത്യ എത്തണമെങ്കിൽ എത്രയോ ദശകങ്ങൾ കാത്തിരിക്കേണ്ടി വരും. ചില കണക്കുകൾ പരിശോധിച്ച് നോക്കാം. റിസർവ് ബാങ്ക് നൽകുന്ന കണക്കനുസരിച്ച് 2018 ജൂൺ മാസത്തിൽ വിനിമയത്തിലുള്ള കറൻസിയുടെ കണക്ക് 19.3 ലക്ഷം കോടി രൂപയാണ്. എന്നാൽ നോട്ട് നിരോധനത്തിന് 3 ദിവസം മുമ്പ് ഇന്ത്യയിൽ വിനിമയത്തിലുണ്ടായിരുന്ന തുക 17.9 ലക്ഷം കോടി രൂപയും, അതായത് 1.4 ലക്ഷം കോടി രൂപയുടെ വർധനവാണ് സംഭവിച്ചിരിക്കുന്നത്. മോദി അധികാരത്തിൽ വരുന്നതിന് മുമ്പ് അത് 13 ലക്ഷം കോടി രൂപയാണെന്ന് കൂടി അറിയേണ്ടതുണ്ട്. ഇക്കാണുന്ന ഗ്രാഫ് സൂചിപ്പിക്കുന്നത് നോട്ട് നിരോധനത്തിൻ്റെ തൊട്ടടുത്ത നാളുകളിൽ ഡിജിറ്റൽ പേയ്മെൻറ്റുകളുടെ എണ്ണത്തിൽ വൻ വർധനവ് രേഖപ്പെട്ടുവെങ്കിലും തുടർന്നുള്ള നാളുകളിൽ അവയിൽ കുറവ് അനുഭവപ്പെടുന്നതായാണ്. ഇന്ത്യയിലെ ജനങ്ങൾ കാശ് കൈകാര്യം ചെയ്യാനാണ് കൂടുതൽ താൽപ്പര്യപ്പെടുന്നതെന്നാണ് ഇത് സൂചിപ്പിക്കുന്നത്. നഗരങ്ങളിലെ തന്നെ ഒരു ചെറിയ വിഭാഗം മാത്രമാണ് ഡിജിറ്റൽ ട്രാൻസാക്ഷനിൽ വിശ്വാസമർപ്പിക്കുന്നത്. ഇന്ത്യൻ ഗവൺമെൻറ് രാജ്യത്തെ പൗരന്മാർക്ക് നേരെ നടത്തിയ സർജിക്കൽ സ്ട്രൈക്കായിരുന്നു നോട്ട് നിരോധനം എന്ന് പറയുന്നതിൽ ഇന്ത്യയുടെ മുൻ പ്രധാനമന്ത്രിയും മുൻ റിസർവ് ബാങ്ക് ഗവർണറും അടങ്ങുന്ന സാമ്പത്തിക വിദഗ്ധന്മാരുടെ വലിയൊരു നിര തന്നെയുണ്ട്. പിഞ്ഞാണക്കടയിൽ എത്തിയ കാളക്കൂറ്റൻ സൃഷ്ടിച്ച കുഴമറിച്ചിലുകൾക്ക് സമാനമായ അവസ്ഥയാണ് ഇന്ത്യൻ സാമ്പത്തിക മേഖലയിൽ മോദി സൃഷ്ടിച്ചിരിക്കുന്നത്. പിഞ്ഞാണക്കടയിലെത്തിയ കാളക്കൂറ്റന് മൂക്കുകയറിടാൻ ഇന്ത്യൻ ജനാധിപത്യത്തിന് ശേഷിയുണ്ടോ എന്നതിനെ ആശ്രയിച്ചായിരിക്കും ഇന്ത്യയുടെ ഭാവി.